ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യണം. ഈ കാണുന്നത് നമുക്ക് നമ്മുടെ കൈച്ചൂണ്ടയിൽ കിട്ടിയ ഒരു മീനാണ്. അപ്പോൾ ഇത് ചിലർക്ക് ഇതിപ്പോൾ കണ്ടപ്പോഴേ മനസ്സിലായി കാണും ഇത് ഏത് മീനാണെന്നൊക്കെയുള്ള കാര്യം മനസ്സിലായി കാണും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക, അവസാനം വരെ എല്ലാവരും കാണണം. അപ്പോൾ നമ്മുടെ കൈ ചൂണ്ട നമ്മൾ സ്പൈഡർ ഹുക്ക് തന്നെയാണ് ഇടുന്നത്, അത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇന്ന് ഈ നമ്മുടെ ഫിഷിങ് മാത്രമല്ല, നമുക്ക് ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. അപ്പോൾ ആ സമയം കൊണ്ട് അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ചൂണ്ടയിൽ മീനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്ന ഒരു 400 ഏക്കറോളം വരുന്ന ഒരു പാടശേഖരമാണ്. ഇത് കോട്ടയം ജില്ലയിലെ അയ്മനം എന്ന സ്ഥലത്താണ് ഈ കാഴ്ചകളും അതുപോലെ ഈ പാടശേഖരവും ഒക്കെ ഉള്ളത്. അപ്പോൾ കണ്ണിനെയും മനസ്സിനെയും വളരെയധികം കുളിർമയണിയിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ വരുമ്പോൾ നമുക്ക് മീനെ കിട്ടിയില്ലെങ്കിലും ഈ കാഴ്ചകളൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ്. ഇത് നമ്മൾ ചൂണ്ടയിടുന്നതിൻ്റെ വശങ്ങളിൽ ഉള്ള കാഴ്ചകളാണ്. അപ്പോൾ ഈ പാടവും അതിൻ്റെ സൈഡിൽ വശങ്ങളിലായിട്ട് തെങ്ങും ഒക്കെയുണ്ട്. അങ്ങനെ നല്ല ഫലസമൃദ്ധമായ കൃഷിയിടങ്ങൾ നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് മോട്ടർ തറയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടത്തിലേക്കും അതുപോലെ കൃഷിയിടങ്ങളിലേക്കുമൊക്കെ വെള്ളം കയറ്റാനും, അതുപോലെ കണ്ടത്തിലൊക്കെ വെള്ളം കൂടുതലായി കഴിയുമ്പോൾ നെല്ലൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം വെള്ളമൊന്നും അതിനകത്ത് കെട്ടി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ വെള്ളം കൂടുന്ന സമയത്ത് നമ്മൾ ഈ മോട്ടർ ഉപയോഗിച്ചാണ് വെള്ളം പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ മോട്ടറും കൊണ്ടൊക്കെ ചെയ്താൽ ഒത്തിരി സമയം നമുക്ക് പിടിക്കും. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കൃഷി വെള്ളം നമുക്ക് പുറത്തേക്ക് കളയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പെട്ടിക്കകത്തൂടെ വെള്ളം ഉള്ളിലോട്ടെടുത്ത് അത് പുറത്ത് നമ്മുടെ ഇതുപോലെ ചാലുകളും തോടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം കൊണ്ടുപോവുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ ഈ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൂണ്ടയിൽ നമ്മൾ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നൂല് അനങ്ങുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം. അപ്പോൾ നമുക്ക് എടുത്തു നോക്കാം. അടിപൊളി ഒരു പുല്ലനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത്യാവശ്യം മുഴുപ്പൊക്കെ ഉള്ള ഒരെണ്ണമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഇങ്ങനെ മീനിനെ കുറേ എണ്ണത്തിന് മിസ്സായതുകൊണ്ടാണ് നമ്മൾ ചൂണ്ടയോടെ പൊക്കിയെടുക്കാത്തത്. കാരണം അത് ഭയങ്കര ശക്തിക്ക് അത് പിടയ്ക്കും. അപ്പോൾ അതിനെ പൊക്കിയെടുക്കാൻ നമ്മളൊരു വല കൂടി സപ്പോർട്ടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിച്ചു നിങ്ങളെന്തോ മീനിനെ കൈകൊണ്ട് പിടിക്കാത്തതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പൊക്കിയെടുക്കുമ്പോൾ കൈ കൊണ്ട് എന്ത് എടുക്കാത്തതെന്ന്. അപ്പോൾ ഇതൊരു ഓപ്പൺ ഹുക്ക് ആയതുകൊണ്ട് ഭയങ്കര അപകടമാണ്. കാരണം നമ്മുടെ കയ്യിൽ അതിൻ്റെ ഹുക്ക് കൊണ്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഓപ്പറേഷനോടെ മാത്രമേ പിന്നെ നമുക്കത് പുറത്ത് എടുത്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് പിടിക്കാത്തത് തന്നെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഒത്തിരി സൂക്ഷിക്കേണ്ടതാണ്. കാരണം നമ്മൾ മീൻ അടിച്ചു കഴിയുമ്പോഴൊക്കെ നമ്മൾ റിട്രൈവ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഉടക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ഫാസ്റ്റായിട്ട് തിരിച്ചിങ്ങ് വരും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലോ നെറ്റിയിലോ കണ്ണയിലോ ഒക്കെ കൊള്ളാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ സൂക്ഷിക്കണം. അതൊക്കെ ഒത്തിരി അപകടമുള്ളതാണ്. അപ്പോൾ ഈ ചൂണ്ടയുടെ ഹുക്കെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അപകടം പിടിച്ച്, അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വഴിക്ക് നമ്മൾ പലപ്പോഴും വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരെ കാണുന്നുണ്ട്. അത് വാഹന സൗകര്യം വളരെ കുറവായതുകൊണ്ടും അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ആളുകൾ ഈ ഒരു വഴിക്ക് വള്ളത്തിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് ധാരാളം വെള്ളമുണ്ടെങ്കിൽ പോലും കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്.
കിട്ടിയ പുല്ലനാണിത്. അപ്പോൾ നമുക്ക് അളന്ന് നോക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വെയിറ്റും അതുപോലെ അതിൻ്റെ നീളവും ഒക്കെ നമുക്കൊന്ന് കാണിക്കാമായിരുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം കൂടെ കൊണ്ടുവരണം എന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് കാണാമല്ലോ, മീനിൻ്റെ വെയിറ്റൊക്കെ കാണാമല്ലോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ളൊരു മീനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ കയാക്കിങ്ങുകാരൊക്കെ ഇതിലേക്ക് പോകുന്നുണ്ട്. അത് ഈ ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ കുമരകം ഭാഗത്തു നിന്നൊക്കെ വരുന്നതാണ് അവർ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ വീഡിയോയിലെ കഥാപാത്രമാണ് നമുക്കിപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ കാണുന്നത്. ഇത് നമ്മുടെ സ്പൈഡർ ഹൂക്കിൽ തന്നെ ഇട്ട് വെച്ചിരുന്നതാണ്. അതിൽ കിട്ടിയതാണിത്. ഇതിൻ്റെ മുള്ള് കാണുമ്പോഴേ അറിയാം, അതിൻ്റെ കളറ് കാണുമ്പോഴേ അറിയാം ഇത് മഞ്ഞക്കൂരിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് തന്നെ 2 നല്ല കൊമ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യെ കൊണ്ടാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് നല്ല വേദനയായിരിക്കും. അപ്പോൾ ഇതൊക്കെ മാക്സിമം നമ്മുടെ കയ്യെ കൊള്ളാതെ നമ്മൾ സൂക്ഷിക്കണം. ഇത് മഞ്ഞക്കൂരിയാണ്. കറി വെച്ചാലൊക്കെ ടേസ്റ്റാണ്. നല്ല മാങ്ങയൊക്കെ ഇട്ട്, മുളക് പൊടി മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കാൻ നല്ല അടിപൊളിയാണ് മഞ്ഞക്കൂരി. അപ്പോൾ ഇതിനെ നമ്മൾ പിടിച്ച് കരയിൽ വെച്ചേക്കുന്നതാണ് നമുക്ക് ഈ കാണുന്നത്. നല്ല ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. കാരണം വെള്ളത്തിൽ നിന്ന് നമ്മൾ എടുത്ത് കരയിലേക്ക് ഇട്ടേക്കുവാണല്ലോ. അപ്പോൾ ആ സമയത്ത് കാഴ്ചകളാണിപ്പോൾ നിങ്ങളെ ആദ്യം കാണിച്ചത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്ന് വെച്ച് നമുക്ക് കിട്ടിയ മീനാണിത്. മീനിനെ നമ്മൾ ചട്ടിയിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഉടനെ തന്നെ നമ്മൾ കറിയാക്കും.